നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ചു നോക്കാം. തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാർക്ക് 12ലെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതുവരെ 11ൽ സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴം സഞ്ചരിച്ചിരുന്ന സമയമായിരുന്നു. എന്നാൽ ഇപ്പോൾ 12ലേക്ക് വ്യാഴം വന്നത് കാരണം കൊണ്ട് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമാണ്. എന്നാൽ വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ 12ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അനാവശ്യമായിട്ടുള്ള യാത്രകൾ കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 12ാം ഭാവത്തിലേക്ക് 18ാം തീയതിക്ക് ശേഷം ശുക്രൻ വരുന്നുണ്ട്. അപ്പോൾ ശുക്രൻ 12ൽ വരുമ്പോൾ സ്വക്ഷേത്ര ബലവാനായിട്ട് ശുക്രൻ വരുമ്പോൾ അത് സധനം അന്ത്യം എന്ന് പറയുന്നൊരു യോഗത്തെ ചെയ്യും. ഗുരു ശുക്ര യോഗം 12ാം ഭാവത്തിൽ വരും. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ്. എങ്കിലും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ രാഹുവിനോട് യോഗം ചെയ്തിട്ട് ആയത് കാരണം കൊണ്ട് കർമ്മതടസ്സം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലൊരു കാരണവശാലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മാത്രമല്ല 4ൽ കയറി നിൽക്കുന്നത് കാരണം വീട് വിട്ട് നിൽക്കാൻ ഇടവരാനുള്ള യോഗമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ വീട് വിട്ട് നിന്നിട്ടുള്ള തൊഴിലാണ് കൈവശമുള്ളതെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവവും മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ദാമ്പത്യ സംബന്ധമായിട്ടാണെങ്കിലും അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. കാരണം 7ാം ഭാവാധിപതി 12ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് അതത്ര ഗുണമല്ല. പക്ഷേ 18ാം തീയതിക്ക് ശേഷം ഗുരുശുക്ര യോഗം വരുമ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കുറേശ്ശെ അനുഭവത്തിൽ വരാനായിട്ട് തുടങ്ങും. ഭാഗ്യാധിപതി ബലവാനായത് കാരണം കൊണ്ട് ഭാഗ്യം അനുഭവിക്കാനും പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാകാനും യോഗമുണ്ട്. അതേപോലെ തന്നെ മാതൃസംബന്ധമായിട്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. അതുപോലെ നേതൃത്വപരമായിരിക്കുന്ന തൊഴിലെടുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. പക്ഷേ ബാങ്കിങ് പോലെ ധനകാര്യ സ്ഥാപനത്തിലൊക്കെ തൊഴിലെടുക്കുന്നവർക്ക് കുറച്ചൊരു ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് അവിടെ രാഹുവും ചൊവ്വയും 2 പാപഗ്രഹങ്ങളാണ്. ശത്രു സ്ഥാനാധിപതി കർമ്മസ്ഥാനത്താണ്. അപ്പോൾ തൊഴിലിൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും തൊഴിൽ മേഖലയിൽ ശത്രുദോഷം കാരണം കൊണ്ട് കർമ്മ തടസ്സം പോലെയുള്ള കാര്യങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല പ്രാർത്ഥന വേണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ക്ഷേത്ര ദർശനം, നല്ല പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുകയും ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ ചെയ്യണം. അതേപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. നാഗദോഷ പരിഹാരമായിട്ട് നാഗപൂജ ചെയ്യണം. ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിൽ അത്ര അനുകൂലമായിരിക്കുന്ന സമയമല്ല. അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ സുഹൃത്ത് ഗുണം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. സർവാഭിഷ്ട സ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് ലഗ്നാധിപതി ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയും കൂടി ഉണ്ട്. അത് കാരണം കൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ചെറിയ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാൻ ഇടവരാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ യാത്രയിൽ സംഭവിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് ഈ സമയത്ത് യോഗമുള്ളൂ. വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് യാത്രയ്ക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ശുഭസമയമാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഡിലേ വരാനുള്ളൊരു സാധ്യതയാണ് കൂടുതലുള്ളത്. എന്തായാലും ഭാഗ്യാധിപതി ബലവാനായത് കാരണം കൊണ്ട് ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതാണ് ഇപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.